സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ 4 മാസത്തെ പെൻഷനാണ് ഇനി കുടിശ്ശികയായിട്ടുള്ളത്. 6400 രൂപ വീതം ഉള്ളതിൽ ഒരു ഗഡു ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തിന് മുന്നോടിയായി ഈ തുക വിതരണം ചെയ്യും. അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിൽ ഒരു ഗഡു കൂടുതലായി നൽകി, അതായത് ആ മാസം നമുക്ക് 3200 രൂപ വീതം നൽകി ആദ്യഘട്ട വിതരണം പൂർത്തിയാക്കുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ വിതരണം ചെയ്യുമ്പോൾ ഒരു മാസം 3200 രൂപ വീതമാണ് ലഭിക്കുന്നത്. ബാക്കി ലഭിക്കുന്ന 3 ഗഡുക്കൾ 2025-26 സാമ്പത്തിക വർഷം, അതായത് ഈ വർഷം തന്നെ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി തന്നെ വിതരണം പൂർത്തിയാക്കും. ക്ഷേമ പെൻഷൻ പുറമെ മറ്റ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ, മുടക്കം വന്നിട്ടുള്ള വിവിധ മേഖലകളിലേക്കുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ എന്നിവ കൂടി വിതരണം ആരംഭിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്ന ഈ സന്തോഷ വാർത്തയ്ക്ക് പിന്നാലെ മറ്റൊരു ദുഃഖവാർത്ത കൂടി പെൻഷൻ ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട്. പെൻഷൻ ആനുകൂല്യങ്ങൾ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുമ്പോൾ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ പെൻഷൻ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായി ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെടുമ്പോൾ വലിയൊരു വിഭാഗം ആളുകൾക്ക് പഴയ ആനുകൂല്യത്തിന് അർഹതയുണ്ടാവുകയില്ല. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ 60 വയസ്സിൽ താഴെയുള്ള വിധവാ പെൻഷൻ വാങ്ങുന്നവർ, അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ, അവർ വിവാഹിതരല്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കുന്നവർ, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി നൽകുന്നതിന് വേണ്ടി എത്രയും വേഗം ശ്രദ്ധിക്കുക. ആധാർ കാർഡ്, റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ വാർഡ് മെമ്പർ സാക്ഷ്യപ്പെടുത്തിയത് സഹിതമാണ് അപേക്ഷ വയ്ക്കേണ്ടത്. ലഭിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിന്റെ കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്തുകളിൽ ഹാജരാക്കാൻ ഇപ്പോൾ പ്രത്യേക അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലെല്ലാം ഈ നിയമം ബാധകമാണ്. ഇതോടൊപ്പം തന്നെ പുതുവർഷത്തിൽ, അതായത് 2025 പെൻഷൻ പരിശോധനകൾ നടക്കുകയാണ്. റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ, അതായത് APL BPL വ്യത്യാസമില്ലാതെ അർഹതാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്ന, അത് കൃത്യമായി പാലിക്കുന്ന എല്ലാവർക്കും പെൻഷൻ അനുവദിക്കുന്ന സാഹചര്യത്തിൽ റേഷൻ കാർഡിന്റെ നിറവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ കൃത്യമായി പുറത്താക്കുന്ന ഒരു ക്രമീകരണം ഇതിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ APL BPL റേഷൻ കാർഡ് ഉള്ളവർക്ക് സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാവുന്നതാണ്. വാർദ്ധക്യകാല പെൻഷനിലേക്ക് അപേക്ഷ വെച്ച് ആനുകൂല്യം വാങ്ങുന്നതിന് തടസ്സമൊന്നുമില്ല. APL കാർഡ് എന്ന വ്യത്യാസമൊന്നും തന്നെ ഇല്ലാതെ ഡിസംബർ മാസം വരെയുള്ള പെൻഷൻ തുക ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.